ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് അമ്പർല ബീച്ചിൽ പോവാ കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതെൻ്റെ ബ്രദറാണ്. അപ്പം അമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പം ഇപ്പം സമയം 3:05. അപ്പം നമ്മളിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം നമുക്ക് പെട്രോൾ അടിച്ചിട്ട് വേണം ഇനി പോകാൻ വേണ്ടി. നമ്മളിതേ പമ്പിലൊക്കെ കയറുക. നമ്മളപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെട്രോളൊക്കെ അടിച്ച് നമ്മൾ ഇറങ്ങിയിട്ട് കുറച്ച് സമയമായി. ഇനിയിപ്പോൾ നമുക്കൊരു 1 മണിക്കൂർ 8 മിനിറ്റാണുള്ളത്. ഇപ്പം വെയിലാകട്ടെ. നമ്മൾ ബീച്ചിലെത്തുമ്പം 5 മണിയാകും. അപ്പം ഏകദേശം വെയിലൊക്കെ മാറും. അമ്പർല ബീച്ച് അപ്പോൾ ഫുജേറയിലാണ് കേട്ടോ ഉള്ളത്. അപ്പം നമ്മളെപ്പോഴും ഫുജേറ പോകുന്ന റൂട്ടിൽ തന്നെ പോകുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പോയില്ലേ, അപ്പോൾ ഉണ്ടായിരുന്നില്ലേ നമ്മൾ ചായ കുടിക്കാനൊക്കെ നിർത്തിയ റെസ്റ്റോറൻ്റൊക്കെ, ആ വഴിയാകട്ടെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കണം. നമ്മളപ്പോൾ ഇവിടെ വാഷ്റൂമിൽ പോകാൻ പമ്പിൽ ഇറങ്ങിയതാകട്ടെ. ഇനി നമുക്കൊരു ഏകദേശം 50 മിനിറ്റേ ഉള്ളൂ ബീച്ചിലേക്ക്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ക്യാമ്പിങ്ങിന് പോകാൻ വന്നപ്പോൾ നമ്മൾ ഇതുപോലെ വാഷ്റൂമിൽ കയറിയാണ്. സെയിം വാഷ്റൂമിൽ തന്നെയാട്ടോ നമ്മൾ ഇന്നും കയറിയത്. ഏകദേശം നല്ല വെയിലുണ്ട്, പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വെയിലൊക്കെ മാറിക്കോളും. നമ്മൾ കട്ടൻ ചായ ഇല്ലേ, അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഇരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം ഇവരുണ്ടല്ലോ, അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കും എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ എടുത്തതാണ്. പിന്നെ നമ്മുടെ ക്യാമ്പിംഗ് ചെയറും മാറ്റൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അവിടെ ഇരിക്കുക. പിന്നെ നമുക്ക് കുളിക്കാൻ ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടി നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അറിയില്ല, അവിടെ ചെല്ലുമ്പോൾ തണുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, ഇറങ്ങാൻ നമുക്ക് തോന്നത്തില്ല. എന്നാലും നമ്മൾ ഡ്രസ്സൊക്കെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇറങ്ങുമോ ഇല്ലയോ എന്നൊന്നും അവിടെ ചെന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. ഈ പമ്പിൻ്റെ പുറവശം ഫുള്ള് വെറുതെ കിടക്കുക കേട്ടോ. ഞങ്ങൾ ചുമ്മാ ഇങ്ങോട്ട് നടന്ന ഈ പമ്പിൽ നിൽക്കാൻ നല്ല രസമാണ്. ഫുള്ള് മലയൊക്കെ കണ്ടിങ്ങനെ നിൽക്കാൻ. ഇതുണ്ട്, ഇവിടെ ഫുള്ള് പ്ലെയിനായിട്ട് കിടക്കുക. അവിടെ ദൂരെ മലയുണ്ട്, അവിടെ ഉണ്ട്. പിന്നെ അങ്ങോട്ടും ഉണ്ട്, അങ്ങ് ദൂരെയാണ്. ഒരു വീറ്റ് ഫാം, നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഒരു വീറ്റ് ഫാം കണ്ട കാര്യം പറഞ്ഞിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ ആ വീറ്റ് ഫാമിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് കാണാൻ പറ്റണ ഏതെങ്കിലും ഒരു സ്ഥലം കിട്ടുമോ എന്നറിയില്ല കേട്ടോ. നമുക്ക് നോക്കാം. അതിൻ്റെ സൈഡ് വരുന്ന ഏതെങ്കിലും ഇതിൻ്റെ അപ്പുറത്ത് വീറ്റ് ഫാമാണ് കേട്ടോ. ഈ ഒരു നെറ്റ് അടിച്ചിട്ടില്ല, ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് വീറ്റ് ഫാമാണ്. പക്ഷേ ഇത് സൺലൈറ്റ് അടിക്കുന്നതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. ഈ സൈഡിൽ കാണുന്ന ഫുള്ള് വീറ്റ് ഫാമാണ്. കുറേ ഏരിയ ഉണ്ട് കേട്ടോ വീറ്റ് ഫാം. അപ്പോൾ അതേ നമ്മളിവിടെ ഇറങ്ങി കേട്ടോ. ഇതാണ് ആ വീറ്റ് ഫാം. കണ്ടോ, ഇത് കുറേ ഉണ്ട്. കുറേ എന്ന് വെച്ചാൽ കുറേ ഏക്കറുണ്ട് കേട്ടോ. അങ്ങ് ദൂരെ ഇങ്ങനെ പടർന്ന് കിടക്കും. ഇതിങ്ങനെ നമുക്കിങ്ങനെ പച്ചപ്പായിട്ടേ കാണാവുള്ളൂ. ഫുള്ള് ഇത് വീറ്റ് ഫാമാണ്. ഞങ്ങളിത് കഴിഞ്ഞ അതിന്റെ മുന്നത്തെ തവണയൊക്കെ നമ്മൾ കണ്ടായിരുന്നു, പക്ഷെ ഇറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത്തവണ വന്നപ്പോഴേ ഇറങ്ങാൻ പറ്റിയത്. ഫ്രണ്ടിൽ റൈറ്റ് സൈഡിൽ ക്വാറിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ വണ്ടി മറ്റേ JCB അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. എന്തോ കൊറേ എന്തോ പണികളൊക്കെ അവിടെ നടക്കുന്നുണ്ടേ. ക്വാറിയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോ ഇവിടെ ട്രെയിലറൊക്കെ കിടപ്പുണ്ടായിരുന്നു ഇഷ്ടം പോലെ. ഇത് കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ നമ്മുടെ മല ഇത് കോൺക്രീറ്റ് ചെയ്തേക്കുക കേട്ടോ. കോൺക്രീറ്റ് അടിച്ച് നിർത്തിയേക്കുക. അതാകുമ്പോ ഈ കല്ല് ഇളക്കി ഇങ്ങോട്ട് വീഴത്തില്ലല്ലോ, അതിനുവേണ്ടി കോൺക്രീറ്റ് ചെയ്ത. പക്ഷെ ഇത് കോൺക്രീറ്റ് ചെയ്തതല്ല കേട്ടോ. കുറച്ചങ്ങോട്ട് പോകുമ്പോ നമുക്ക് കാണാൻ പറ്റും. അതെന്ന് വെച്ചാൽ ആദ്യം അവരൊരു മെഷ് വെച്ചിട്ട് പിന്നെ അതിന്റെ മണ്ടയിലോട്ട് കോൺക്രീറ്റ് ചെയ്യും. ഇങ്ങനെ പൈപ്പ് വഴി ഇങ്ങനെ അടിക്കുന്നു. അത് എത്രയോ സ്പീഡിലാണ് അത് ചെയ്യുന്നത്. അത് അടിച്ചിങ്ങനെ, അതാകുമ്പോൾ കല്ലൊന്നും റോഡിലോട്ട് വീഴത്തുമില്ല, മല നശിച്ചു പോകത്തതുമില്ല. മലയുടെ ഷേപ്പിൽ തന്നെ നിൽക്കുകയും ചെയ്യും, നമുക്കും ശല്യമില്ല. അങ്ങനെ അത് കാണിക്കാൻ ഇനി വരുമ്പോൾ കേട്ടോ, വരുന്ന സ്ഥലത്ത് കാണിക്കാം. ഇവിടെ പക്ഷെ അങ്ങനെ അല്ല, ഇതൊന്നും ചെയ്തിട്ടില്ല, കോൺക്രീറ്റ് ചെയ്തതല്ല. ഇത് നെറ്റ് ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. വേറെ അതുപോലത്തെ സ്ഥലം വരുമ്പോൾ കാണിക്കാം. ഇവിടെ ഒരു സ്ഥലത്തുണ്ട് കേട്ടോ.
പക്ഷെ അത് കുറച്ച് ചെറിയ പോർഷനേ ഉള്ളു കേട്ടോ. ഇവിടെ കാണാൻ പറ്റും കണ്ടോ, ഈ ചാക്ക് വിരിച്ചേക്കുന്നതിന്റെ തൊട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കോൺക്രീറ്റ് ചെയ്തേക്കുന്ന കണ്ടോ. ഇത് ചെറിയ ചെറിയ പോർഷനേ ഉള്ളു. ഒരു സൈഡ് ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്ത മലകളും ഉണ്ട് ഇവിടെ. പക്ഷെ അങ്ങനത്തെ കുറവാ കണ്ടേ. ഒരെണ്ണം നമ്മൾ കണ്ടായിരുന്നു വന്നപ്പോ, അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് കണ്ടില്ല. ഇവിടെ ബാക്കി ഫുള്ള് നെറ്റ് അടിച്ചേക്കുവാ. നമ്മളപ്പം മ്യൂസിക് റോഡിൽ എത്തി കേട്ടോ, ഫുജേറ മ്യൂസിക് റോഡ്. നമുക്ക് ഓടിച്ചു നോക്കാം കേക്ക് വന്നിട്ട്. ഇതാട്ടോ ഈ ഇതിട്ടേക്കുന്നേ, ഇതാണ് മ്യൂസിക് കേട്ടോ. കണ്ടോ, ഇതാണ് മ്യൂസിക്. ഇതാണ് മ്യൂസിക് റോഡ്. ഇത് കണ്ട, ഈ റൗണ്ട് അബൌട്ടിൽ ഇങ്ങനെ വെള്ളം വരുന്ന ഒരു കപ്പ് പോലത്തെ സാധനത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നത് കേട്ടോ, ഗോൾഡൻ കളർ. അതുപോലെ സൈഡിലും കുറെ സംഭവത്തിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കണ്ടോ, ഇങ്ങനെ പറ പോലെ ഇരുന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ വെള്ളം വരുന്ന പോലെ കണ്ടോ. നല്ല ഭംഗിയുണ്ട്. പിന്നെ കുറെ പ്രാവുകളും ഒരു കാക്ക മാത്രം അവിടെ ഇങ്ങനെ നിപ്പുണ്ട്. നമ്മളെ അപ്പം ഇവിടെ ഒരു പാർക്കിങ്ങിൽ കയറി കേട്ടോ. ഇവിടെ അപ്പുറത്ത് കടല. നമ്മൾ ആ അംബർല ബീച്ചിലെത്തിയില്ല, അതിന് തൊട്ട് മുന്നേ. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് ഇതേലത്തെ പക്ഷികളാണ് ഫുള്ള് കണ്ടോ. ഇവിടെ ഫുള്ള് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക. ഇതേ കണ്ടോ, ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട്. ഇവിടെ സൂപ്പറാണ്, നല്ല രസമുണ്ട്. ഇങ്ങനെ പ്രാവാണ്, വേറെന്തോ ഒരു കിളിയാ, കൊറേ ഉണ്ട്. എല്ലാരും സീകൾ. അപ്പൊ എല്ലാരും ഇത് നിർത്തി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുവാണ്. കൊറേ പേര് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉദയപൂര് പോയപ്പോ ഫുഡ് കൊടുക്കുമ്പോ കയ്യില് വന്നിരിക്കുന്നു അതേപോലെ. നമ്മളപ്പോൾ ബീച്ചിലെത്തി. അപ്പോൾ അതേ നമ്മൾ ഫുഡല്ല ചായയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം ക്യാമ്പിംഗ് ചെയറൊക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് നടക്കുവാണേ, ബീച്ചിൻ്റെ അങ്ങോട്ട്. ഇവിടെ പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ ഭാഗ്യത്തിനൊരു പാർക്കിംഗ് കിട്ടിയതാ. അപ്പോൾ അതെ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നു കേട്ടോ. ഇവിടെ പുല്ല്, പച്ച പുല്ലിൻ്റെ അവിടെ താഴെ ഇരിക്കാൻ വേണമെങ്കിൽ കേട്ടോ. പക്ഷെ താഴെ ഇരുന്ന് കഴിഞ്ഞാൽ ഫുള്ള് ഇതാ എന്താ മണ്ണ. അതുകൊണ്ട് ഞങ്ങൾ അവിടോട്ട് പോയില്ല. അവിടെ ഇരുന്നില്ല. അവിടെ കണ്ട അപ്പുറത്ത് മണ്ണ. അപ്പം നമ്മൾ ഈ പുല്ലിൻ്റെ പുറത്തിരിക്കാൻ നോക്കിയത് ചെയറൊക്കെ ഇടുക. നമുക്ക് 2 ചെയറാണ് ഉള്ളത്. പിന്നെ ബാക്കി മാറ്റ് ഉണ്ടല്ലോ, മാറ്റിലും ഇരിക്കാം. പിന്നെ പുല്ലിലിരുന്നാലും കുഴപ്പമില്ല. അപ്പം എല്ലാം റെഡിയാക്കിയൊക്കെ വെക്കുവാണ്. നമ്മളപ്പം ചായയൊക്കെ എടുത്തു കേട്ടോ. അതെ, കട്ടൻ ചായയൊക്കെ എടുത്തു. പിന്നെ കഴിക്കാനുള്ള ഇതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ, ഭയങ്കര തണുപ്പൊക്കെയാണ്. ഇവിടെ പുറകിൽ കുറേ ഷോപ്പൊക്കെ ഉണ്ട്. സൺസെറ്റൊക്കെ ആയി വരുക. അപ്പം നമ്മളിങ്ങനെ ഇരിക്കുക ഇവിടെ. നമ്മളപ്പോൾ എല്ലാം എടുത്തൊക്കെ വെച്ച് കേട്ടോ ചായയൊക്കെ. നമുക്ക് കഴിക്കാൻ മിക്സ്ചർ, നുറുക്കൊക്കെ ഉണ്ട്. ഫ്ലാസ്കിലാണ് നമ്മൾ ചായ കൊണ്ടുവന്നത്. ലേസും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവിടുത്തെ സൺസെറ്റൊക്കെ ആയി വരുക. സൺസെറ്റ് ആയി, ഇപ്പോൾ സമയം 5:40 നമ്മൾ വേണ്ടപ്പോൾ ഇവിടെ മണ്ടയിലായിരുന്നു ഇരുന്നത് കേട്ടോ. നമ്മളവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. നമ്മളപ്പോൾ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി കണ്ടോ, ഇവിടെ ബീച്ചിലോട്ട്. നമ്മൾ അതിൻ്റെ അകത്തൂടെ നടക്കാമെന്ന് കണ്ട. ഞങ്ങളപ്പം വേണ്ട ഇവിടെ കുറച്ച് അകത്തോട്ട് ഇറങ്ങി നിൽക്കുക കേട്ടോ. ഞങ്ങളിങ്ങനെ ഈ ബീച്ചിൻ്റെ അകത്തൂടെ നടന്ന് അങ്ങോട്ട് പോകാമെന്ന് കണ്ട. ഷൂ ഒക്കെ അതുകൊണ്ട് ഞങ്ങൾ ഊരി മണ്ടയിൽ വെച്ച്. ഇതേ ഇത് കണ്ടോ, ഇവിടെ ചന്ദ്രനൊക്കെ വന്ന് കേട്ടോ. നമുക്ക് നല്ലോണം കാണാൻ പറ്റും. നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു കേട്ടോ സൺസെറ്റ്. അവിടെ ആയിരുന്നു സൺസെറ്റ് കണ്ടോ, ഫുൾ ഓറഞ്ച് കളറിൽ ഗോൾഡൻ അവേഴ്സ്. ഇതുണ്ടോ ജെറ്റ് പോകുന്നതുണ്ടോ. 3 എണ്ണം ഉണ്ട് കേട്ടോ. ഒരെണ്ണം തോണ്ട് അങ്ങ് പോയി. അയ്യോ, അത് കാണാൻ പറ്റുന്നില്ല.
കാണത്തില്ല അത്. ക്യാമറയിൽ കാണുമോന്നറിയില്ല. ദേ അത് കണ്ടോ, അവിടെ അറ്റത്ത് ലൈറ്റ് കാണുന്ന എന്തോ കഫറ്റീരിയ ഒക്കെ കേട്ടോ. നമുക്കവിടെ പോയി ഇരിക്കുകയൊക്കെ ചെയ്യാം. ഞങ്ങളങ്ങോട്ട് പോയില്ല, ഞങ്ങൾ നേരത്തെ വന്നപ്പം പോയിട്ടുണ്ട് ഒരു തവണ ചൂട് സമയത്ത്. ഇപ്പോൾ അവിടെ ഭയങ്കര ആളാണ്, നല്ല ഫുള്ളാണ്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ കുറേ അമ്പർല ഉണ്ട് കേട്ടോ. ഈ ഡയറക്ഷനിലും ഉണ്ട് കണ്ടോ, ആ ഡയറക്ഷനിലും കുറേ അമ്പർലകളുണ്ട്. ഇങ്ങനെ പുല്ലിൻ്റെ മണ്ടയിലാണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ, അവിടെ കസേരയൊക്കെ ഇട്ട്. ഇത് കണ്ടോ, അവിടെ ഫൗണ്ടൻ പോലൊക്കെ ഉണ്ട്, വെള്ളം ചാടുന്നത്. ഇത് ഫുള്ള് കഫറ്റീരിയകളും അങ്ങനത്തെ സംഭവമൊക്കെയാണ്. റൂഫ് ടോപ്പ് ഡൈനിങ്ങൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇവിടുത്തെ കഫറ്റീരിയകളൊക്കെ കണ്ടോ, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങുക ഇവിടുന്ന്. നമ്മളെ അപ്പോൾ ഇവിടെ ഒരു പമ്പിൽ കയറി കേട്ടോ, കോഫി മേടിക്കാൻ കയറി. അപ്പം കോഫിയൊക്കെ മേടിച്ച് ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകാൻ തുടങ്ങുക. നമ്മളപ്പം പൊയ്ക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ വീട്ടിലെത്താൻ നമുക്ക് ഒരു 16 മിനിറ്റേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ചിലപ്പം നമ്മളെന്തായാലും ഫുഡൊക്കെ വീട്ടിലുണ്ട്, ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് എന്തായാലും വാങ്ങിയിട്ട് പോകും, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.